അപ്പൊ ഹലോ മക്കളെ, മമ്മി ഇന്നതേ ഇതെന്തിട്ടാ ശംഖുപുഷ്പം. ശംഖുപുഷ്പം പൊട്ടിച്ച് നമുക്ക് എന്നിട്ടാ ചായ ഉണ്ടാക്കാം. അത് തന്നെ ചായ. ഇത് പോയി ഈ പൊക്കില്ലാത്ത എന്നെ കൊണ്ട് പൊട്ടിക്കാനാണ്. ഞാൻ പൊട്ടിച്ചെടുത്തിട്ട് കാണാല്ലേ. ഇപ്പൊ മക്കളെ, നമ്മുടെ വീട്ടിലുള്ള സ്വന്തം ശംഖുപുഷ്പം പൊട്ടിച്ചെടുത്ത് ഇനി വാ നമുക്കിത് ചായ വെക്കുന്നത്. ഇത് 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കാം. എന്നിട്ട് 1 ഗ്ലാസ് നമുക്ക് മാറ്റി നീല ചായ വെക്കാം. നീല കളർ വരൂലേ? ഇതിന്റെ കളർ. ഇത് മക്കളെ സ്കിന്നിനും എന്താ പറയാ, ശരീരത്തിനും എല്ലാത്തിനും നല്ലതാണെന്നാണ് നമ്മ കണ്ടത്. ആരാ ഒരു ചേട്ടൻ ചെയ്തിട്ടുണ്ടല്ലടാ, ആ ചേട്ടന്റെ പേരെന്താ എനിക്കറിയില്ല പേര്. അയ്യോ, ആ ചേട്ടൻ നല്ല ഇതിലുള്ള ചേട്ടൻ. അതെ, പിന്നെ മമ്മിയുടെ അതെ നെയിൽ ആർട്ട്. ഇതൊന്ന് കാണിച്ചിട്ട് വേണം മാറ്റാൻ എഴുതിയിട്ട്. അപ്പൊ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകണം. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇരിക്കണ്ടോന്ന് അറിയില്ല. ഇത് ഡബിളാണ് കേട്ടോ, ഡബിളാണ് ഇതേ കണ്ട. നന്നായിട്ട് കഴുകിയെടുത്തിട്ട് എന്നിട്ട് ചെയ്യണ്ടേ? ഇത് കഴുകിയെടുത്തിട്ട് അപ്പോൾ നമുക്ക് 2 ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുത്തിട്ട് എന്ത് ചെയ്യാം? തിളപ്പിച്ചെടുത്തിട്ട് കാണിച്ചു തരാമല്ലോ. തിളപ്പിച്ചെടുത്തിട്ട് എനിക്കറിയില്ല എങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരാമല്ലോ. തിളപ്പിച്ചിട്ട് കാണാല്ലേ. അപ്പോൾ തിളപ്പിച്ചിട്ട് കാണാം. അപ്പോൾ ഞങ്ങളുടെ ജോളപ്പൻ റോളക്സ് ഇവിടെ ഒരു പണിയിലാണ്ട് കിടക്കുന്നുണ്ട്. ആള് കാലത്ത് ഫ്രീ അല്ല സ്നേഹം കാണിക്കുന്നത്. ചെവി ഇതേത് ഇങ്ങനെ ബാക്കിലേക്ക് ഒടിഞ്ഞു മടങ്ങി പോവും. പിന്നെ അത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാല് ഇതിങ്ങനെ കാണിക്കും. ഇതൊക്കെയാണ് ആളുടെ സ്നേഹം കാണിക്കുക. കൈ ഇതേത് ഇങ്ങനെ വെക്കും. തക്കുതേ ഇവിടെ അടുത്ത റെസ്റ്റിംഗ് സ്പേസിലിരിക്കുകയാണ്. അവിടെ ബ്ലാക്കും സാൻഡിയും കിടക്കുന്നുണ്ട്. അമ്മ പള്ളിയിൽ പോയി വന്നതാടാ. ഞാൻ കണ്ടു പോകണേ. ഞാൻ പള്ളിയിൽ പോയി വന്നതാ. അപ്പൊ മക്കളതേ മമ്മി വെള്ളം തിളച്ചു വന്നിട്ടുണ്ടല്ലേ. വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. മമ്മി ഇത് സാധനം ജസ്റ്റ് അതിനകത്ത് ഇട്ട് കൊടുക്കുക. കഴുകി നന്നായിട്ട് കഴുകി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത്ര ഉള്ള പരിപാടിയില്ല. അവിടെ കിടന്ന് തിളക്കട്ടെ. അത് എങ്ങനെയാണെന്ന് കളർ വന്നതെന്ന് നോക്കാടാ. ഇത് തിളക്കുമ്പോ കളർ വരുമോ? ഇപ്പൊ കളർ വന്നില്ലല്ലോ. അത് വന്നോളും. കളർ വന്നിട്ട് തീ വൈലറ്റ് കളറായി. വൈലറ്റ് അല്ലല്ല, ബ്ലൂ കളർ. നീലച്ചായ ചത്തു മീ. പിന്നെ ചെയ്തോരെല്ലാവരും ചാകെ മിണ്ടാണ്ട് കിട. നീ അപ്പന്റെ വിഷമാണോ? തുടങ്ങി. ഞങ്ങളിത് ചെയ്തോണ്ടിരുന്ന അപ്പൻ ഡാഡി വന്നിട്ട് അതന്നെ പറയായിരുന്നു വിഷമാണ്. നമുക്ക് വിഷമാണോന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ. തെറി പറയായിരുന്നു. തെറിന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണത് കേൾക്കരുത്. അത് ശംഖുപുഷ്പം ഭയങ്കര വിഷമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് ആളിവിടെ കിടന്ന് പിപ്പിരി ഉള്ളായിരുന്നു. ഇത് കുറെ പേര് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പിന്നെ നമ്മ എന്തിട്ടുണ്ട് എത്ര ടെൻഷൻ അടിക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് വരാല്ലേ. ശംഖുപുഷ്പം കുടിച്ചിട്ട് ചാകയാണെങ്കിൽ അങ്ങോട്ട് ചാകട്ടെ മക്കളെ എന്ന് വിചാരിക്കണം. തിളച്ച് ചായ ആക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കേ. അപ്പൊ മക്കളെ അരിച്ചെടുത്തിട്ടുണ്ട്. പകർത്തി സാധനത്തിന്റെ കളറാക്കി മണ്ണെണ്ണ പോലെ ഇരിക്കണം. മണ്ണെണ്ണ 2 എണ്ണത്തിൽ ഇപ്പൊ മമ്മി പകർത്തി. ബ്ലാക്ക് അവിടെ കിടന്ന് കുത്തി മറിഞ്ഞോണ്ടിരിക്കണ ഞങ്ങളെ കണ്ടിട്ട്. അപ്പൊ ഒരെണ്ണം നമുക്ക് പിങ്ക് ചായ ആക്കിയെങ്കിലേ അതിലെങ്ങനെ ഒരെണ്ണം പിങ്ക് ചായ ആക്കിയെങ്കിലേ ചെറുനാരങ്ങ ചോദിക്കോ? ചെറുനാരങ്ങ കളർ മാറുന്നുണ്ടല്ലോ. കളർ മാറുന്നുണ്ട്. ചെറുനാരങ്ങ വെച്ചപ്പോ കളർ മാറൂല. ഒരെണ്ണ പിങ്കായി കൊണ്ടിരിക്കുകയാണ് മക്കളെ. അപ്പൊ ഒരെണ്ണം പിങ്ക് അല്ലത് വയലറ്റ് മാറ്റി കളർ. അതും ഒരു ബ്ലൂവും 2 കളറിൽ ഇടുന്നുണ്ട്. ഒരെണ്ണത്തിൽ ചെറുനാരങ്ങ ഇട്ട്, ഒരെണ്ണത്തിൽ ചെറുനാരങ്ങ ഇട്ടില്ല. മധുരം നമ്മൾ യൂസ് ചെയ്യണില്ല അല്ലേ മീ? മധുരം ഇടരുത് ഇതില്. ശരിക്കും നമുക്ക് എനിക്ക് മമ്മിക്ക് ഷുഗർ ഒക്കെയാണ്. അപ്പൊ നമുക്ക് ഷുഗറിന് അപ്പൊ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കല്ലേ. സാധനം രാത്രി കഴിക്കുന്നത് നല്ലതെന്നാണ് പറഞ്ഞു. ഞാൻ നെറ്റിൽ നോക്കിയപ്പോ കണ്ടത്. രാവിലെ കഴിക്കുന്നത് നല്ലതെന്നും പറയണ്ടല്ലടാ. അറിയില്ല കറക്റ്റ് അങ്ങനെയാണ്.
ഇത് നിങ്ങൾ ചെയ്തു നോക്കാൻ പറയണില്ല കേട്ടോ, കാരണം ഇതിന്റെ കേസുകൾ നമുക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ നമ്മളിത് ഇങ്ങനെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തത് അത്ര. അതന്നെ നല്ലതാണെന്നാണ് എല്ലാവരും പറയണത്. ഞാൻ ആദ്യമേ ഒക്കെ കേട്ടിട്ടുണ്ട് ഇത് ശംഖുപുഷ്പത്തിന്റെ ചായ ഉണ്ടാക്കി, നീലച്ചായയും പിങ്കും, പിന്നെ ഒരു കൂട്ടര് ബ്ലോഗൊക്കെ ചെയ്തിട്ടുണ്ടാ ഒരു കൊച്ചേർക്കനെ. അമ്മും കൂടി വരട്ടെ, എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അകത്തേക്ക് പോകാം. അപ്പൊ നമ്മള് സാധനം മേശമേ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ അതെ ചായ 2 തരം, വൈലറ്റ്, നീല. നീല വേണ്ടവർക്ക് നീല എടുക്കാം, വൈലറ്റ് വേണ്ടവർക്ക് വൈലറ്റ് എടുക്കാം. ഇതിപ്പോ ഫിറോസ്ക ഏറ്റവും വലിയ യൂട്യൂബറാണ്, ഫിറോസ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങ ഉണ്ടാക്കിയത് ഇതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കേറി കണ്ടോളൂ കേട്ടാ. ഫിറോസ്കടാ കുടിച്ചു നോക്കപ്പ. ഞാൻ കുടിച്ചോളാം. ഇവിടെ കിടന്ന് ഒരു അരി കിടന്ന് വച്ചെടുക്കണ്ടായി. ഞാൻ ആദ്യം കുടിച്ചോളാം. കുറച്ച് കഴിയുമ്പോ ഒടിഞ്ഞൂത്തി കിടക്കുന്നത് കാണാന്ന്. നമുക്ക് പോട്ടെ മക്കളെ, കഴിച്ചോക്കാം. പ്രത്യേകിച്ച് ടേസ്റ്റുകളൊന്നുമില്ല. ആ കളർ മാത്രം ഒരു പ്രത്യേകതയുള്ളൂ, വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. വെള്ളം കുടിക്കണ പോലെ. പിന്നെ ആ പൂവിന്റെ ഒരു ചെറിയൊരു ഫ്ലേവർ തന്നെ ഉണ്ട്. ഞാൻ ഇതൊന്ന് കുടിച്ചു നോക്കട്ടെ. അതന്നെ ഒരു ചെറിയൊരു ചൊക ഉണ്ട്, ചെറിയ ആ പൂവിന്റെ ഒരു ചൊക. ഇങ്ങനെ ഇത് കാണിച്ചു കൊടുത്തേ. ഇഷ്ടമായി. മമ്മി ഇന്നലെ ഇട്ട് കൊടുത്തതാ മക്കളെ, ഇന്നലെ മമ്മി ഇട്ട് കൊടുത്തതാണ്. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂ. എന്റെയാണ് ഇഷ്ടമായേ, എന്റെയാണ് ഇഷ്ടമായേ, അമ്മൂന്റെയാണ് ഇഷ്ടമായേ. എനിക്ക് രണ്ടും ഇഷ്ടമായി. പക്ഷെ കളർ വൈസ് നമുക്ക് മമ്മിയുടെ കളർ ഭംഗിയാണ്. മമ്മിയുടെ ആണോ അമ്മൂന്റെ ആണോ ഇഷ്ടമായി എന്ന് കമന്റ് ചെയ്തോളൂ. എനിക്ക് ഇഷ്ടമായത് അതാണ്. മമ്മിയുടെ ആണോ അമ്മൂന്റെ ആണോ ഇഷ്ടമായി എന്ന് കമന്റ് ചെയ്തോളൂ. ഇതുപോലെ ഞാൻ കാലം വിടും മോനെ. മമ്മി ഇട്ട് കൊടുത്തതാണ്, ഇന്നലെ ഇട്ട് കൊടുത്തതാണ്. മമ്മിയുടെ 2 ദിവസമായി. അപ്പൊ മമ്മി ഇനി ലെമൺ ചെറുനാരങ്ങ ഇട്ട് കുടിച്ചു നോക്കട്ടെ. അമ്മു വേഗം വെച്ചു കുച്ചിരി കഴിച്ചോണ്ട്. ചെറുനാരങ്ങ ഇട്ടതിൽ ചെറുനാരങ്ങയുടെ ഫ്ലേവറും ഒരു പുളിപ്പും അത്ര വ്യത്യാസമുള്ളൂ. ചെറുനാരങ്ങ ഏത് കളറാ ഇഷ്ടപ്പെട്ടെ? വൈലറ്റ് നീല രണ്ടും നല്ല സൂപ്പർ കളറാ. പുളിരസമുണ്ട്, അതിലൊരു ചെറിയ മണമുണ്ട്. ലെമൺ ടീയുടെ പോലെ ഇരിക്കുന്നുണ്ടാവും. മമ്മി മുഴുവൻ കുടിച്ച് കൊറേ ബെനഫിറ്റ്സ് ഉള്ള സംഭവമാണ്. ഹെൽത്ത് ബെനഫിറ്റ്സ് ഒക്കെ കൊറേ ഉണ്ട്. പക്ഷേ ഇവിടെ കിടന്ന് തലകുത്തി കിടക്കുന്നൊക്കെ പറയണ്ടേ. ഞാൻ കുടിച്ചു തലകുത്തേന്ന്. മുഴുവൻ കുടിക്കാൻ പോവാ. അല്ല കുടിച്ചോ, നല്ലതാ. ഗുഡ് ബോയ്. എങ്ങടെ പോണേ? അതെ, റോളക്സ് ഉണ്ട് കേട്ടോ. അതന്നെ വൈൻഡപ്പ്. പിടിച്ചോ. ബുവായിട്ട് ഭയങ്കര കൂട്ടാ. വിളിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ മക്കളെ, ഈ വീഡിയോ ഇഷ്ടമായ ചെറിയൊരു വീഡിയോ ആണ്. ഞങ്ങളിപ്പോ ചെറുതായിട്ടുണ്ട്, അധികം ലെങ്ത്തിൽ ഇടാനില്ല. ചെറുത് തന്നെ ഇട്ടിട്ട് കാണാൻ ആൾക്കാരില്ല. അപ്പൊ പിന്നെ വലുതിട്ടാലും അപ്പൊ ചെറുതുമേ തന്നെ നിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പൊ മക്കളെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.